ഇന്നത്തെ സ്പെഷ്യലാണ്. ഉപ്പേരി ഉണ്ടാക്കുന്നു. വെറും 6 കായകൾ കൊണ്ട് മാത്രം ഒരു ചെറിയ ഉപ്പേരി. നല്ല വിളഞ്ഞ ഏത്തയ്ക്ക കിട്ടി. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തോന്നി ഇത്തിരി ഉപ്പേരി ഉണ്ടാക്കിയാൽ എന്താണ്. അങ്ങനെ ഇതാ ഉപ്പേരി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. വെറും 6 കായകൾ മാത്രം കേട്ടോ. നോക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി പച്ചക്കറി മേടിച്ച കൂട്ടത്തിൽ ഇത്തിരി ഏത്തയ്ക്ക മേടിച്ചതാണ്. പുഴുങ്ങി കഴിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്, അതുകൊണ്ട് അതിനു വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉപ്പേരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണിത് ഉപ്പേരി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ. അങ്ങനെ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. നവംബർ 12-ാം തീയതി ചൊവ്വാഴ്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് കടയിൽ കിട്ടുന്ന മാതിരിയുള്ള ഉപ്പേരി അല്ല. ഇത് കുറച്ചുകൂടെ കനത്തിലരിഞ്ഞിരിക്കുകയാണ്. കനത്തിലരിയുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കളറ് കിട്ടുന്നതും ഈ ഒരു സ്ട്രെങ്ത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വീട്ടുകളിൽ ട്രൈ ചെയ്യണം. വളരെ എളുപ്പമുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഈ വാഴക്കയുടെ തൊലി നല്ല രീതിയിൽ പൊട്ടിച്ചെടുത്താൽ, അത് നഷ്ടമാക്കാത്ത രീതിയിൽ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് മെഴുക്കുരട്ടി അല്ലെങ്കിൽ തോരൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് പയറിൻ്റെ കൂടെ വാഴക്കയുടെ തൊലി ഇട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഉണ്ടാക്കി തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ടാണ്. എന്നാലും നല്ല കുറുകുറെന്നുള്ള സൗണ്ട് കേൾക്കാമല്ലോ നിങ്ങൾക്ക്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഹോട്ടലിലൊന്നും അല്ലെങ്കിൽ ബേക്കറിയിലൊന്നും പോയി ഇത് മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല എണ്ണ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്താൽ നല്ല മണം ഉണ്ടാവും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. ഇത് ഉണ്ടാക്കി അവസാനം മാത്രമേ ഉപ്പ് വിതറാവൂ, എങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഉപ്പ് നീര് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദേഹത്ത് തെറിക്കാതെ നോക്കണം എന്നുള്ള കാര്യം മാത്രം ഇപ്പോഴും ഓർപ്പിക്കുന്നു. ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം തീർച്ച.